PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. മാത്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ശ്രേണികളിൽ വരുന്ന സംഖ്യാശ്രേണി പഠിച്ചു അല്ലേ? സംഖ്യാശ്രേണിയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്ഷരശ്രേണിയാണ്. അക്ഷരശ്രേണി ഈ ഭാഗത്തു നിന്നുള്ള മാർക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രോബ്ലംസ് വരാം, എങ്ങനെയൊക്കെ അത് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അക്ഷരശ്രേണിയിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുൻപേ നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ എത്രാമത്തെ നമ്പറാണ് വരിക, അതായത് 5ാമത്തേത് ഏതാണ്. ഇപ്പം ABCD, 4ാമത് വരുന്നത് D ആണ്. അങ്ങനെയുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് പഠിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ 26 നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് എണ്ണി നോക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഈ കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. EJOTY, ഈ ജ്യോതിന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. EJOTY. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇതിലെന്താണ്? ഇത് 5, ഇത് 10, ഇത് 15, ഇത് 20, ഇത് 25. ഓക്കെ, 5ാമത് വരുന്നത് E ആണ്, 10ാമത് J ആണ്. ഇത് നമുക്ക് ഈ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ അതിന് തൊട്ട് മുമ്പുള്ളത്. ഇപ്പം നമുക്ക് 15ാമത് അല്ലെങ്കിൽ 12ാമത് ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പം നമുക്കറിയാം ഈ ജ്യോതി അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ E എന്ന് പറയുന്നത് 5 ആണ്, J എന്ന് പറയുന്നത് 10 ആണ്. അപ്പം നമുക്ക് 12ാമത് എണ്ണണം എന്ന് വെച്ചാൽ എന്താണ്? 10 J ആണ്. അപ്പോൾ ദെൻ J കഴിഞ്ഞ് എന്താണെന്ന് നമുക്കറിയാലോ, JKL ആണ്. അപ്പോൾ 12ാമത് എന്തായിരിക്കും? L ആണ് എന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തൊട്ട് ABCD എന്ന് പറഞ്ഞിട്ട് എണ്ണി പഠിക്കണ്ടേ? അപ്പോൾ അതിനെക്കാട്ടിലും ബെറ്റർ ഈ 5, 10, 15, 20, 25 ഇതുവരെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് EJOTY, ഈ ജ്യോതി എന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് 10, 15, 20, 25 ഇത് ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് അക്ഷരം വന്നാലും നമുക്കത് ഈസി ആയിട്ട് എത്രാമത്തെ നമ്പറാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, ADIP അടുത്ത അക്ഷരം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ? ഇവിടെ എന്താണ് കണക്ഷൻ? A കഴിഞ്ഞ് എത്രാമതാണ് D? നോക്കുക, ABCD അല്ലേ? ABCD, D എന്ന് പറയുന്നത് എത്രാമതാണ്? ഇവിടെ നോക്കുക, A കഴിഞ്ഞിട്ട് BCD അല്ലേ? 3. ഓക്കെ, 3ാമതാണ് എന്ത്? D എന്ന് പറയുന്നത്. A കഴിഞ്ഞ് 3ാമതാണ് D എന്ന് പറയുന്നത്. ഇനി D കഴിഞ്ഞു EFGHI അല്ലേ? അപ്പം എത്രാമതാണ്? എത്ര സംഖ്യയാണ്? 1, 2, 3, 4, 5. 5ാമതാണ് ആര് വരുന്നത്? I വരുന്നത്. ഇവിടെ 3ാമതാണ് D വരുന്നത് അല്ലേ? ഇവിടെ 5ാമതാണ് ആര് വരുന്നത്? I വരുന്നത്. ദെൻ P വരുന്നത് എന്താണ്? I കഴിഞ്ഞ് JKLMNOP, അതായത് 1, 2, 3, 4, 5, 6, 7 അല്ലേ? അപ്പോൾ 7ാമതാണ് ആര് വരുന്നത്? P വരുന്നത്. അപ്പോൾ ഇവിടെ 3ാമത് D, 5ാമത് I, 7ാമത് P. അപ്പം ഇനി അടുത്തത് എത്രയായിരിക്കണം? 3, 5, 7. അപ്പം ഇനി അടുത്തത് 9ാമതായിരിക്കണം. അപ്പം P കഴിഞ്ഞ് 9ാമത് ആരാണ് വരിക? QRSTUVW 1, 2, 3, 4, 5, 6, 7 XY അല്ലേ? 8, 9. 9 എണ്ണം ആയില്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9. 9ാമത് ആരാ വരുന്നത്?
y ആണ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. എ കഴിഞ്ഞു, ബി സി ഡി, അപ്പോൾ മൂന്നാമതാണ് ആര് വരുന്നത്? ഡി വരുന്നത്. ദെൻ ഡി കഴിഞ്ഞിട്ട് ഇ എഫ് ജി എച്ച് ഐ, അഞ്ചാമതാണ് ആര് വരുന്നത്? ഐ വരുന്നത്. ദെൻ ഐ കഴിഞ്ഞ് ജെ കെ എൽ എം എൻ ഒ പി, ഏഴാമതാണ് ആര് വരുന്നത്? പി വരുന്നത്. അപ്പോൾ 3, 5, 7. ഇനി അടുത്തത് ആരായിരിക്കും? 9. പി കഴിഞ്ഞ് 9 വരുന്നത് ആരാണ്? വൈ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? വൈ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കാം. എ ബി ഡാഷ് ബി സി ഡാഷ് എ ഡാഷ് സി ബി സി എ ഡാഷ് ബി സി. ഓക്കെ, നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. ഇതിലിവിടെ പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതിൽ തന്നിരിക്കുന്ന ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഇതേ സെയിം പ്രോബ്ലം തന്നെ ചോദിക്കണമെന്നില്ല, ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതായത് ഏത് മെത്തേഡിലൊക്കെയാണ്, ഏതൊക്കെ കണക്ഷൻസ് വെച്ചിട്ടൊക്കെ നമുക്ക് ചോദിക്കാം എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ രീതിയിലൊക്കെ ചോദിക്കാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ കണക്ഷൻസ് വരാം എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിക്കുക. അത് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാനുള്ള വഴി. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് നോക്കാം. എ ബി ഡാഷ് ബി സി ഡാഷ്, ഇവിടെ നമുക്ക് എല്ലാത്തിനെയും 3 ഇത് വരുന്ന പാർട്ടുകളാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും അല്ലേ. ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ എ ബി, ഇവിടെ നോക്കൂ ബി സി എ, ഇവിടെ 3 കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ എ ബി സി വെച്ചിട്ടുള്ള കളികളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്. ഇവിടെ ആരാണ് ഇല്ലാത്തത്? സി ആണ് ഇവിടെ ഇല്ലാത്തത് അല്ലേ. ഇവിടെ ബി ഉണ്ട്, സി ഉണ്ട്. ഇവിടെ ആരാണ് അപ്പം ഇല്ലാത്തത്? എ ആണ് അവിടുത്തെ കുറവ്. ദെൻ എ ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആരായിരിക്കും? ബി ആയിരിക്കും. ഇവിടെ ബി സി അവിടെ കംപ്ലീറ്റ് ആണ്. ദെൻ ഇവിടെ ബിയും സിയും ഉണ്ട്. ഇവിടെ ആര് വേണം? എ വേണം അല്ലേ. എയും ബിയും സിയും വെച്ചിട്ടുള്ളതാണ്. നമ്പർ സീരീസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഇത് വരുന്ന എന്താണ് പാർട്ടുകളാക്കി തിരിച്ചു. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തും മിസ്സായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? സി എ ബി എ അല്ലേ. ഇവിടെ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. എന്താ ഇവിടെ കിടക്കുന്നു. അപ്പോൾ സി എ ബി എ എന്നുള്ളതാണ് നമ്മുടെ ഈ വിട്ടുപോയ ഭാഗത്ത് വരുന്ന സീരീസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ചോദിക്കുക. ശ്രേണികളുടെ ഭാഗത്തു നിന്നും ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ചിന്തിക്കുക, ഏതൊക്കെ രീതിയിൽ വരാം, എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കുക. ഇ ജെ ഒ ടി ഡാഷ് അല്ലേ. എന്താണ് ഇവിടെ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ അക്ഷരശ്രേണി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ജ്യോതി അല്ലേ. 5, 10, 15, 20 അതേ സീരീസ് അല്ലേ ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ രീതിയിലും ചോദിക്കാം അല്ലേ. അപ്പോൾ ഈ എന്ന് പറയുന്നത് 5ാമതാണ്, ജെ 10ാമതാണ്, ഒ 15ാമതാണ്. അപ്പോൾ ഇത് പഠിച്ച ഒരാൾക്ക് ഇത് കാണുമ്പോഴേക്കും തന്നെ നമുക്ക് അടുത്ത ആൻസർ എന്താണ്? ഈ ജ്യോതി ടി എന്താണ് അവിടെ കുറവ്? വൈ ആണ്. അപ്പോൾ ഈസി ആയിട്ട് വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് 15, ടി 20, 25ാമത്തേത് ആരാണ്? വൈ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലേ. അപ്പം ഈ ജ്യോതി എന്ന് ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് ഇതിൽ മാത്രമല്ല എല്ലാ പ്രോബ്ലംസിലും എന്താണ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ജ്യോതി എന്താണ് വരുന്നത്? ഈ 5ാമതാണ്, ജെ 10ാമതാണ്, ഒ 15ാമതാണ്, ടി എന്ന് പറയുന്നത് 20ാമത് അക്ഷരമാണ്. അപ്പോൾ ഇനി 25ാമത് അക്ഷരമായിരിക്കും വരേണ്ടത്. 25ാമത് അക്ഷരം ആരാണ്? വൈ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വൈ. അടുത്ത ചോദ്യം നോക്കാം. ബി എ 5 ഡി സി 4 എഫ് ഇ 3. എന്താണ് ഇവിടെ റിലേഷൻ? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ബി എ അല്ലെ, എ ബിനെ തിരിച്ചിട്ടിരിക്കുകയാണ്. ഡി സി അതായത് സി ഡി തിരിച്ചിട്ടു. എ ബി സി ഡി ഇ എഫ് അല്ലേ. അപ്പം ഇനി എന്താണ് വരേണ്ടത്? ജി എച്ചിനെ തിരിച്ചിടുക. അതായത് ഇവിടെ നിന്ന് എഴുതുന്നതിന് പകരം എന്താണ്? ജി എച്ച് ഇങ്ങോട്ട് തിരിച്ചെഴുതുക അല്ലെ. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. എ ബി സി ഡി ഇ എഫ്. അപ്പോൾ ജി എച്ച്. ഇനി എന്ത് വേണം? ഒരു നമ്പറും കൂടെ കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 5, ഇവിടെ 4, ഇവിടെ 3. അപ്പോൾ കുറഞ്ഞു വരികയാണ്. 5, 4, 3. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും? 2. അപ്പോൾ HG2 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലേ. നമുക്കത് ഇത് ഈസി ആയിട്ടുള്ളതാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എ ബി സി ഡി അല്ലേ, അതിന് തിരിച്ചിട്ടിരിക്കുകയാണ്. എ ബി സി ഡി ഇ എഫ്. ദെൻ നമ്പർ എന്താണ്? 5, 4, 3 അങ്ങനെ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? HG2. ഓക്കെ, നമുക്ക് കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ മാത്രമാണ് കാണുമ്പോഴേക്കും നമുക്ക് ക്ലിക്ക് ആവുള്ളൂ എന്താണ് ഇതിൽ എന്ത് കണക്ഷനാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് തന്നെ ചെയ്യാം. അടുത്തത് നോക്കുക. എ സി ഡി ബി ഡി ഇ സി ഇ എഫ്. അടുത്തത് എന്താണെന്നുള്ള ചോദ്യം. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ എ ബി സി ഡി അല്ലേ, അതിലിവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് ആരാണ്? ബി അല്ലേ. ബി ഇവിടെ ഇല്ല. എ ഉണ്ട്, ബി ഇല്ല, സി ഡി ഉണ്ട്. ദെൻ ഇവിടെ നോക്കുക. ബി ഡി ഇ. ബി ഉണ്ട്, സി ഇല്ല അല്ലേ. സി മിസ്സിംഗ് ആണ്. ഡി ഇവിടെ സി ഉണ്ട്, ഡി മിസ്സിംഗ് ആണ്, ഇ എഫ് ഉണ്ട്. അപ്പം ഇനി അടുത്തത് എന്തായിരിക്കും? എ ബി സി. അടുത്തത് ഡി ആയിരിക്കും. ഡി കഴിഞ്ഞ് ഒരാൾ മിസ്സാവണം, അതായത് ഇ ഉണ്ടാവില്ല, ബാക്കി
എഫ് ജി. ഓക്കെ, അപ്പോൾ ഡി എഫ് ജി എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഒന്നുകൂടെ പറയാം, എ ബി സി ഡി അല്ലെ, അതിലെ ബി നമ്മൾ മിസ് ചെയ്തിട്ട് എ സി ഡി എന്ന് എഴുതിയിരിക്കുന്നു. ബി സി ഡി ഇ എന്നുള്ളതിൽ സി മിസ്സിംഗ് ആണ്, ബി ഡി ഇ എന്ന് എഴുതി. ദെൻ സി ഡി ഇ എഫ് എന്നുള്ളതിൽ ഡി മിസ് ചെയ്തിട്ട് സി ഇ എഫ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അടുത്തത് എന്താണ് വരേണ്ടത്? ഡി ഇ എഫ് ജി. ഡി ഇ എഫ് ജിയിലെ ഇ മിസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതി? ഡി എഫ് ജി എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഡി എഫ് ജി. അടുത്ത ചോദ്യം നോക്കാം. എ ബി ഡി ഇ എഫ് എച്ച് ഐ ജെ എം എന്നിവയിൽ ഒറ്റയാൻ ആര്? എന്തോ ഒരു കണക്ഷൻ യൂസ് ചെയ്തിട്ടാണ് എന്താ എഴുതിയിരിക്കുന്നത്? സീരീസ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിൽ ഒരാൾ എന്താണ്? ഒറ്റയാനാണ്. അപ്പോൾ അത് ആളെ ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, എ ബി ഡി നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു അക്ഷരം മിസ്സിംഗ് ആണ് അല്ലെ. ഇവിടെ സി ഇല്ല, എ ബി സി ഇല്ല, ഡി ആണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇ എഫ് ജി ഇല്ല, എച്ച് ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ സി ഇല്ല, ഇവിടെ ജി ഇല്ല, ഒരക്ഷരം മിസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കൂ, ഐ ജെ. അപ്പോൾ ഇവിടെ എന്ത് വേണം അടുത്തത്? ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു അക്ഷരമായിട്ടുള്ള കെ മിസ് ചെയ്തിട്ട് എൽ ആണ് എഴുതേണ്ടത് അല്ലേ. കെ കഴിഞ്ഞിട്ടുള്ള എൽ ആണ് എഴുതേണ്ടത്. ഐ ജെ എൽ എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? എം എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. എ ബി സി ഇല്ലാതെ ഡി, ഇ എഫ് ജി ഇല്ലാതെ എച്ച്. അപ്പോൾ ഐ ജെ കെ ഇല്ലാതെ എൽ ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഐ ജെ എൽ വരുന്നതിൻ്റെ പകരം എന്താണ് വന്നിരിക്കുന്നത്? ഐ ജി എം എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഏതാണ്? ഒറ്റയാൻ ആരാണ്? ഐ ജെ എം ആണ് ഈ കൂട്ടത്തിൽ പെടാത്ത ആൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കുക, ജസ്റ്റ് എന്താണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് വെക്കുന്നത്, എന്ത് കണക്ഷനാണ് എന്നുള്ളത് നോക്കിയിട്ട് ആൻസർ എഴുതാം. നമ്മുടെ ആൻസർ എന്താണ്? ഐ ജി എം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത്. അടുത്തത് നോക്കുക, എ 10 സെഡ് അല്ലെ, A10 സെഡ്, B100 സെഡ്, C100 കെ. ഇത് നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് ലെറ്റർ എ, ഇവിടെ ലാസ്റ്റ് ലെറ്റർ സെഡ്, സെൻറ്ററിൽ എന്താണ് 10. ഇവിടെ സെക്കൻഡ് ലെറ്റർ ബി, ഇവിടെ ലാസ്റ്റിൽ നിന്നും സെക്കൻഡ് വൈ, നടുക്ക് 100. ഇവിടെ തേർഡ് ലെറ്റർ സി, അവിടെ ലാസ്റ്റ് നിന്ന് മൂന്നാമത്തെ അക്ഷരം, ദെൻ 1000 ആണ് നടുക്ക്. അപ്പം ഇനി അടുത്തത് എന്തായിരിക്കണം? എ ബി സി 3 കഴിഞ്ഞു. ഇനി അപ്പോൾ അടുത്തത് നാലാമത്തെ എന്താണ്? ഡി ആണ്. ബാക്കിൽ നിന്ന് നാലാമത് എന്താണ് വരിക? സെഡ് വൈ എക്സ് ഡബ്ല്യു അല്ലെ. ഡബ്ല്യു എക്സ് വൈ സെഡ് എന്നല്ലേ പറയുക. അപ്പോൾ ലാസ്റ്റ് നാലാമത്തേത് എന്ന് പറയുമ്പോൾ ഡബ്ല്യു ആണ് വരിക. അപ്പോൾ ഡി ഡബ്ല്യു സെൻറ്ററിൽ വരുന്ന സംഖ്യ എന്തായിരിക്കും? ഇവിടെ 10, ഇവിടെ 100, ഇവിടെ 1000. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 10000 എന്നുള്ളതായിരിക്കും വരിക. അപ്പോൾ ഡി 10000 ഡബ്ല്യു എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, എ സെഡ്, ബി വൈ, സി കെ. അപ്പുറം ഇപ്പുറമുള്ളത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? ഫസ്റ്റ് ലാസ്റ്റ് അല്ലേ, സെക്കൻഡ് ലാസ്റ്റ് സെക്കൻഡ്, ദെൻ തേർഡ് ലാസ്റ്റിൽ നിന്നും തേർഡ്. അതുപോലെ നമ്മൾ ഫോർത്ത് എഴുതി, ലാസ്റ്റിൽ നിന്നും ഫോർത്ത് എഴുതി. സെൻറ്ററിലുള്ള സംഖ്യ 10, 100, 1000. ദെൻ ഇവിടെ എന്താണ്? 10000. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഡി 10000 ഡബ്ല്യു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് നോക്കാം, A3B D9E G15H അല്ലേ. ഇതിൽ അടുത്തത് എന്താണെന്നാണ് ഇവിടെ നോക്കുക. A3B അല്ലേ, ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇപ്പുറത്ത് എന്താണ്? ഡി ഇ ആണ്. അതായത് സി എന്താണ്? ഇവിടെ മിസ്സിംഗ് ആണ് അല്ലേ. സി എഴുതിയിട്ടില്ല, ഡി ഇ എഴുതിയിട്ടുണ്ട്. ദെൻ ഇവിടെ എന്താണ്? എഫ് എഴുതിയിട്ടില്ല, ജി എച്ച് ആണ് അല്ലേ. ഇനി സെൻറ്ററിലുള്ള സംഖ്യ നോക്കുക, എന്താണ്? ഇവിടെ 3, ഇവിടെ 9, ഇവിടെ 15. 3നോട് എത്ര കൂട്ടിയാലാണ് 9 ആവുക? 3നോട് 6 കൂട്ടിയാൽ 9 ആവും. ഇനി 9 15 ആവണമെങ്കിലോ എഗെയിൻ 6 കൂട്ടണം. മനസ്സിലായല്ലോ. അപ്പോൾ എ ബി സി ഇല്ല, ഒരു ലെറ്റർ വിട്ടിട്ട് അടുത്തത് ഡി ഇ, എഫ് ഇല്ല, ജി എച്ച് എഴുതി. അപ്പം ഇനി എന്താ ചെയ്യണം? അടുത്ത ലെറ്റർ വിടണം അല്ലേ. എ ബി കഴിഞ്ഞിട്ട് സി എഴുതിയിട്ടില്ല, ഡി ഇ ആണ്, എഫ് എഴുതിയിട്ടില്ല, ജി എച്ച്. അപ്പം ഇനി എന്ത് ചെയ്യണം? ഐ എഴുതരുത് അല്ലേ. ഐ എഴുതാതെ ജെ കെ അപ്പുറം ഇപ്പുറം എഴുതി. ഇനി സെൻറ്ററിൽ വരുന്ന നമ്പറോ? ഇവിടെ 3, ഇവിടെ 9, ഇവിടെ 15. അതായത് 3നോട് 6 കൂട്ടി 9, 9നോട് 6 കൂട്ടി 15. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം? 15നോട് 6 കൂട്ടണം അല്ലേ. അപ്പോൾ 21. അപ്പം J21K എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലേ. നമുക്ക് നോക്കുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, എവിടെയെങ്കിലും അക്ഷരങ്ങൾ ഏതൊക്കെ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ കൂട്ടിയിട്ടാണോ കുറച്ചിട്ടാണോ എഴുതിയിട്ടുള്ളതൊക്കെ നമ്മൾ സംഖ്യാശ്രേണി പോലെ തന്നെയാണ്. എന്താണ് കണക്ഷൻ എന്നുള്ളത് ജസ്റ്റ് നോക്കുക. ഓക്കെ, ചിന്തിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എ ബി, ഇവിടെ സി ഇല്ല, ഡി ഇ, എഫ് ഇല്ല, ജി എച്ച്, ഐ ഇല്ല, ജെ കെ. കറക്റ്റ് ആയല്ലോ. ദെൻ 3, 9, 15, 21, 6, 6, 6 കൂട്ടി എഴുതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? G21K.
അടുത്തത് നോക്കാം. AZY BXW CUBU അല്ലേ? ഇവിടെ നോക്കാം. എ എന്ന് പറയുന്ന ഫസ്റ്റ്, ബി സെക്കൻഡ്, സി തേർഡ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റിപ്പീറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ അടുത്ത എന്തായിരിക്കണം? ഡി ആയിരിക്കണം. ABC. അപ്പോൾ നമ്മൾ അടുത്തത് ഡി എഴുതി വെച്ചു. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. ZY അല്ലേ? അതായത് ലാസ്റ്റിൽ YZ എന്നാണ് നമ്മൾ പറയുക. അതിന് ZY ബാക്കിൽ നിന്നാണ് എഴുതുന്നത്. ZY. ദെൻ അടുത്തത് XW VU. നമ്മൾ എഴുതുന്നതിനെയൊക്കെ തിരിച്ചെഴുതി VU. അപ്പം ഇനി VUവിന് മുമ്പുള്ളത് എന്താണ്? ST. ST എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചെഴുതണം അല്ലേ? ഇവിടെ നിന്ന് എഴുതണം ST. അപ്പോൾ DTS എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? ആദ്യം നമ്മൾ നോക്കി AZY BXW CVU. അപ്പോൾ ABC എന്ന് ഇങ്ങനെ ഓർഡറിൽ പോകുന്നുണ്ട് ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ നമ്മൾ ABC, അടുത്തത് നമ്മൾ D എഴുതി ഫസ്റ്റ്. ദെൻ അടുത്ത സെക്കൻഡ് ആയിട്ട് വരുന്നത് എന്താണ്? ZY അല്ലേ? ലാസ്റ്റ് നിന്ന് YZ എന്ന് പറയുമ്പോൾ YZ ഇങ്ങോട്ട് എഴുതി. WX നോക്കൂ, UVWXYZ തിരിച്ചിങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ UV കഴിയുമ്പോഴേക്കും ഇവിടെ എന്ത് വരണം? ST അല്ലേ? അപ്പോൾ ST UVWXYZ അങ്ങനെയാണ് പുറകോട്ട് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ABCD അങ്ങോട്ട് പോകുന്ന സീരീസാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ABCD എഴുതി, UVWXYZ. അപ്പോൾ നമ്മൾ മുമ്പ് എന്തെഴുതി? ST. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? DTS. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ അക്ഷരശ്രേണിയിൽ നിന്നും ചോദ്യങ്ങൾ വരിക. ഇത്രയുമാണ് ചോദിക്കുക എന്നുള്ളതല്ല, ഈ രീതിയിലാണ് ചോദിക്കുക. അപ്പോൾ ഇന്നത്തോടെ അക്ഷരശ്രേണി ഞാൻ ക്ലാസ് നിർത്തുകയാണ്. ഇനിയും നമുക്ക് ഇതിൽ നിന്നും വല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വല്ല പ്രോബ്ലംസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനി ഒരു വീഡിയോയും കൂടെ ആയിട്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വരുന്ന പ്രോബ്ലംസ് കാണുകയാണെങ്കിൽ ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് കണക്ഷൻസ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.